വൈകിട്ട് എന്താ പരിപാടി? നമ്മളെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായ വെക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് വന്നപ്പോൾ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ പെട്ടത് ഈ ഒരു ഐറ്റമാണ്. എന്നാൽ ഇത് ചായയുടെ പകരം ഇതങ്ങോട്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയൊക്കെ കണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ്, അപ്പോൾ എന്തെടുക്കുകയാണെങ്കിലും നമ്മൾ അളക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ് അങ്ങോട്ട് എടുത്തിട്ട് ഇതേ ചീനച്ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ വറുക്കുന്ന ടൈമിൽ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ലേശം നേരം കൈ ഇളക്കാണ്ട് നിന്നാൽ പിന്നെ ചെറുപയർ ആകെ അടിക്ക് പിടിക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സാധനം ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഇളക്കി കൊടുത്തിട്ട് അതിനെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടിയിൽ നിന്ന് ചൂടാറി വേറെ പാത്രത്തിൽ ഇട്ടിട്ട് നന്നായി കഴുകി എടുത്തിട്ടാണ് കേട്ടോ കുക്കറിൽ ഇട്ടിട്ടുള്ളത്. അങ്ങനെ അതൊരു 2 വിസിലടിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ഒരു 7 അച്ച് ശർക്കരയൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഉരുക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ചിരകി എടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ചിരകി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയായി വരുമ്പോഴത്തേന് നമ്മൾ കുക്കർ 2 വിസിലൊക്കെ അടിച്ച് നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ പാകത്തിനുള്ള വേവായിക്കണ്. അപ്പോൾ വെള്ളം ഒരു 3 ഗ്ലാസ് ഒഴിച്ചത് കൊണ്ട് തന്നെ നമുക്കിത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഇതിലേക്ക് ശർക്കര അരിച്ചൊഴിക്കണം. അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ അങ്ങോട്ട് അരിപ്പ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് അരിച്ചൊഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ വേഗത്തിൽ അങ്ങോട്ട് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ അതിൽ ശർക്കര ഉരുക്കിയ പാത്രത്തിൽ കുറച്ച് ശർക്കര അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിന് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇനി കുക്കറിലിരിക്കുന്നത് നല്ലതല്ല എന്ന്. എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊരു ഉരുളിപ്പാത്രം പോലത്തെ പാത്രത്തിൽ കൊഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മളിവിടെ തേങ്ങാപ്പാലോടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുക്കറിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ അതേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നിന്നൊക്കെയാണ്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ചുവന്ന കളറ് കിട്ടിയിട്ടുണ്ട്, ആ ശർക്കരയുടെ കളറൊക്കെ കേട്ടോ. പക്ഷേ നമ്മൾ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ഈ കളറൊക്കെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കുറച്ച് ഒഴിച്ചതാണെങ്കിൽ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഞാനിനി എടുത്ത തേങ്ങാപ്പാൽ ബാക്കി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുള്ളും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മളെ പരിപ്പല്ലേ കുറച്ച് അങ്ങോട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കട്ടിയിൽ വന്നോളും. അത് കാരണം ഞാൻ എല്ലാ പാലും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ കുറച്ച് തേങ്ങനെ ചെറുതായി കൊത്തിയതും കുറച്ച് അണ്ടിപ്പരിപ്പും നല്ല നെയ്യൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം മൂപ്പിച്ചത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ നമുക്കിത് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ചുക്കിൻ്റെ പൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഇതിൽ കണ്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ നല്ല അടിപൊളി പരിപ്പ്, നമ്മളെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയുടെ പകരം നമ്മൾക്ക് ഇന്ന് വൈകുന്നേരത്തേക്ക് ഇതാണ് കേട്ടോ.